ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇവിടുത്തെ ഒരു എന്താ പറയുക, ഈ ഒരു രാജ്യത്തുള്ളവർ മാത്രമല്ലല്ലോ കാണുന്നത്, ലോകം മുഴുവൻ കാണാൻ പറ്റും, മനസ്സിലാക്കാനും പറ്റും. അതാണ് ഇപ്പോഴത്തെ ശരിക്കുമുള്ള അവസ്ഥ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സാധനം വരുമ്പോൾ കണ്ടിട്ടില്ല, എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട്. അതുപോലെയാണ് ഈ എലിസബത്ത് റിവീൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അത് ഈ നാട്ടിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഏത് ഭാഗത്തുള്ളവർക്ക് വേണേലും കണ്ടാൽ മനസ്സിലാവും. അതിനി വേറെ രാജ്യത്തുകൊണ്ട് കാണിച്ചാൽ അവർക്കും മനസ്സിലാവും. അപ്പോൾ എല്ലാവരും പറയുക, ഇനിയും പറയുക, കേസ് കൊടുക്കണം, കേസ് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ഇവിടെ അങ്ങനെയാണ്, ഇവിടെ അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമാണ്. ഇത് ശരിക്കും തെളിവല്ലേ? ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരാളെന്ന് വിചാരിക്കുക. അപ്പോൾ അയാളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു ADM ആണെന്ന് തോന്നുന്നു, ADM മരിച്ചപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതോ ഒരു, എന്താണ് അവരുടെ പൊസിഷൻ എന്ന് എനിക്കറിയത്തില്ല, സിന്ധു അങ്ങനെയാണ്ട് പറഞ്ഞൊരു സ്ത്രീയെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന കണ്ടില്ലേ? എന്തായാലും ഈ പറഞ്ഞ പോലെ പീഡിപ്പിക്കപ്പെടുന്നവരെല്ലാം മരിക്കത്തൊന്നുമില്ല, സ്ട്രോങ് ആയിട്ടുള്ളവരുണ്ട്. അവരത്രയും കയറി നിൽക്കുമ്പോൾ ഇതേപോലെ തന്നെ സിമിലറായിട്ടുള്ള ബാക്കി നമ്മൾ കാണുന്ന ഇപ്പോൾ ഹണി റോസിനുണ്ടായ ഇഷ്യൂ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ ഇത് അതിലും കൂടുതലാണ്. ഇതേപോലെയുള്ള ഒരുപാട് പേർക്ക് ഇതുപോലെ വന്ന് ഇനി പറയാനുള്ളൊരു പ്രചോദനം കൂടിയാണ്. അതത്രയും അറ്റൻഷൻ കിട്ടുന്നത് നല്ലതാണ്. ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടായാൽ എവിടെ വരെ പോകുമെന്നൊക്കെ എല്ലാ മനുഷ്യരും കാണുക. അപ്പോൾ അതിനകത്തൊരു ഉത്തരവാദിത്തം ഇല്ലേ? അത് ഇവരിപ്പോൾ എന്താ ഇങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എത്ര മനുഷ്യാവകാശവും മറ്റേ എന്താണ് വനിതാ കമ്മീഷനും അല്ല തന്നെ ഈ നമ്മുടെ നാട്ടുകാരെന്തോ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരാരും ഒരു കമൻറ്റ് പോലും പറയുന്നില്ലല്ലോ. അറ്റ്ലീസ്റ്റ് അവർക്കെങ്കിലും പറഞ്ഞൂടെ, ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യണം, ഇതാണ് ഈ നാട്ടിലെ രീതി. ചിലപ്പോൾ അവർക്ക് അറിയാത്തതുകൊണ്ടാണെങ്കിലോ, ഇതല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല എന്ന് പറ. അതെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. പക്ഷെ എൻ്റെ അറിവിൽ അത് പോരാ. അറിവിൽ നിന്നല്ല, അത് പോരല്ലോ. ഏത് രീതിയിലാണെങ്കിലും ഒരു അത് എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു കഴിവില്ല എന്നതുകൊണ്ട് അല്ലേ, കഴിവില്ലായ്മയല്ല, ബുദ്ധിമുട്ട്, കേസ് കൊടുക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും ആവോ. ആ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നത്. എല്ലാവരും ചെയ്യത്തില്ല എന്ന്. അപ്പോൾ പിന്നെയും എല്ലാവരും കൂടെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ ശരിയാവുന്നത്? ഞാനും ആദ്യം അത് തന്നെയാണ് പറഞ്ഞത് അവരോട്. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊരു അങ്ങനെ പറയാനും പറ്റത്തില്ല. പക്ഷെ പിന്നെ മനസ്സിലായി പ്രശ്നം എന്താണെന്ന്. അപ്പോൾ നമ്മളവിടെ അവരുടെ കൂടെ അവിടെ നിൽക്കണ്ടേ? അതാരായാലും അങ്ങനെ ചെയ്യണം. നമുക്ക് ബോധം വെളിവുണ്ടല്ലോ. അല്ലാത്തവരുടെ കാര്യം വിട്. കാര്യം മനസ്സിലാവുന്നവർ, അല്ല ഇതിനെപ്പറ്റി അറിവുള്ളവർ, ഇതിനു മുമ്പ് ഇതേപോലത്തെ അവസ്ഥകളിൽ കൂടെ കടന്നുപോയവർ, ഇനി ഇത് കടന്നുപോയവരെ അറിയാവുന്നവർ, എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടേ? എന്താ ഇത്ര സമയം എടുക്കുന്നത്? ഒരുപാട് നേരം എടുത്ത് എന്തെങ്കിലും ഇറങ്ങി നടന്ന് ചെയ്യാനോ ഒന്നും നമ്മൾ പോകുന്നില്ലല്ലോ.
ഇനി അഥവാ പുറത്തിറങ്ങി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഗ്രൂപ്പായാൽ ചിലപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. നമ്മളിപ്പോൾ കാണുന്ന ഈ പിള്ളേരെ കണ്ടില്ലേ, അപ്പനും അമ്മയും തല്ലിക്കൊല്ലുന്ന, അവർ മയക്കുമരുന്നിന് അടിമയാകുന്ന പിള്ളേരെ കണ്ടില്ലേ, അവരെവിടെ നിന്ന് വരുന്ന? ഇതിനു മുമ്പുള്ള പല ഇതേപോലുള്ള പ്രശ്നങ്ങളിലും പെട്ട പിള്ളേരാണ് അതൊക്കെ. നല്ലൊരു പേരൻറ്റിങ് ഇല്ല, ബ്രോക്കൺ ഫാമിലി, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ടായാലും എല്ലാം എന്തൊക്കെയോ പ്രശ്നമാണ് മൊത്തത്തിൽ. എല്ലാം പരിഹരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മൾ കണ്ടതും അറിഞ്ഞതും പിന്നെ അതുകൂടാതെ സാധാരണഗതിയിലത്തെ ഒരു കേസും അല്ലല്ലോ. ഒരുപാട് പേർക്ക് അതൊരു പ്രചോദനമാവും, ഒരു മാതൃകയാക്കാം. ഇന്നിപ്പോൾ ഈ കരഞ്ഞു പോയിരിക്കുന്ന എലിസബത്ത് നാളെ ഒരു എന്താ പറയുക, മോട്ടിവേഷൻ ആവും, എന്താണല്ലോ ആവും. പക്ഷേ എന്തിനാ ഇങ്ങനെ താമസിപ്പിക്കുന്നത്? അവർക്ക് സപ്പോർട്ടൊക്കെ വേണ്ടതുകൊണ്ടല്ലേ അവർ ഈ സോഷ്യൽ മീഡിയ വന്ന് പോസ്റ്റ് ഇടുന്നത്. ഇവിടുത്തെ ഏതോ രീതികൾ തെറ്റിപ്പോയതുകൊണ്ടല്ലേ അവർ മറ്റേ ഭാഗങ്ങളിൽ എത്താതെ പോകുന്നത്. തെറ്റിയതോ അറിവില്ലായ്മ എന്തോ ആയിക്കോട്ടെ, അത് അറിവില്ലാത്തതുകൊണ്ടാണെന്നെങ്കിലും അന്വേഷിക്കണ്ടേ. അപ്പോൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞ വനിതാ കമ്മീഷനോ പോലീസോ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സോ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെങ്കിലും അങ്ങോട്ടൊരു കോണ്ടാക്ട്, അല്ലെങ്കിൽ ഇതിന് പബ്ലിക്ക് വേണം റെസ്പോൺസ് കൊടുക്കാം. എല്ലാവരും അറിയട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. അതൊരു അവസരമല്ലേ, നല്ലൊരു അവസരം. ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് പറയുമ്പോഴേ പലരുടെ ഒരു വിചാരമുണ്ട്, എനിക്ക് ബാലയോട് ശത്രുത ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ടല്ല. അതിൽ കൂടുതൽ നമുക്ക് ഈ എലിസബത്ത് എന്ന് പറഞ്ഞ ആളുടെ അവസ്ഥ മനസ്സിലാവുന്നതുകൊണ്ടാണ്. ഇവർ എന്താ പറയുക, അവരുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാലേ വളരെ ആവശ്യമുള്ളൊരു സ്ഥലമായിട്ട് തോന്നി. അറിയാതെയാണ് ഞാൻ ചെന്ന് അതിനകത്ത് ചാടിയത്. ആദ്യത്തെ ആ പോസ്റ്റ് എലിസബത്ത് കം ഹിയർ എന്ന് വിളിക്കുന്നത് ഇവൻ്റെ കളികളൊക്കെ കണ്ടപ്പോൾ അവിടെ എന്തോ ഒരു സുഖമില്ലായ്മ പോലെ. അപ്പോൾ പബ്ലിക്കിലേക്ക് ഇത് പറഞ്ഞു തുടങ്ങിയാൽ വേണമെങ്കിൽ ഇവനൊന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു. പക്ഷെ അവന് മനസ്സിലാവുന്നതല്ലെന്ന് എനിക്ക് അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. അത് കഴിഞ്ഞ് ഇവൻ കിടന്ന് എൻ്റെ പുറകെ വരുന്നത് ഞാൻ കാണിക്കുന്നു. അത് ശരി, ആ ലൈനിൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് കേൾക്കുമ്പോൾ, അതുപോലെ തന്നെ അമൃതയുടെ കാര്യം പറയുമ്പോഴും അല്ല, എനിക്ക് ഈ ഒരു എന്താ പറയണ്ട, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഒന്നും പറയാതെയും ചെയ്യാതിരിക്കുന്നത്? എല്ലാവർക്കും താല്പര്യം തോന്നുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോയാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരാൾ ശല്യം ചെയ്യുകയും ഉപദ്രവിക്കുകയും. എന്തിന് ഒരു ഉപദ്രവം ആരും ഒന്നും ചെയ്തിട്ടില്ല ഈ പറഞ്ഞ ആൾക്ക്. എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് ആർക്കും അറിയത്തില്ല. അപ്പോൾ അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോഴേ അങ്ങനെയൊക്കെ ചിന്തിക്കാതെ എന്തോ. ഞാനിപ്പോൾ വേറെ കേസിൽ ഇപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളിൽ സംസാരിച്ചാൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് സംസാരിച്ചേക്കുന്നത്. ഇതിന് മുമ്പും ഇതുപോലത്തെ ഒത്തിരി വീഡിയോ വന്നിട്ടുണ്ട്. ഒരു 2-3 സ്ഥലത്ത് ഇടപെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ അവർക്ക് നല്ല റിസൾട്ടും കിട്ടി. ഇതിങ്ങനെ പബ്ലിക്ക് വന്ന് പറയുന്നത് കുറവാന്നേ ഉള്ളൂ, അല്ലാതെ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ അമൃത 10 വർഷത്തിന് മേലെടുത്തെന്ന് തോന്നുന്നു പ്രതികരിക്കാൻ. ഓക്കെ, അവർക്ക് അതിൻ്റെ ടൈം അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്നവർക്ക് കുറവാന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് വിശ്വാസം ഇല്ലാഞ്ഞതുകൊണ്ടായിരിക്കും, എന്തോ കാരണങ്ങളുണ്ട് അവർക്കത് പറ്റിയില്ല. 1 വർഷങ്ങൾക്ക് ശേഷം അത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പെങ്കൊച്ച് 1 വർഷത്തിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. ഏറ്റവും ക്ലോസ് ആയിട്ട് കിട്ടിയ ഒരാളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വലിയ ദൂരമൊന്നുമില്ല. കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിവില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ അറിവുള്ളവർ ഒന്ന് കൂട്ടത്തോടെ ആലോചിക്കണ്ടേ. എന്തേലാട്ടെ നോക്കാം അല്ലേ.